ഞാൻ ഇന്ന് എക്സിലൊരു ട്വീറ്റ് കണ്ടു. ആ ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ആരാധകൻ്റെ ട്വീറ്റാണ്. അതായത് ഫുട്ബോളിനെ കലക്കി കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്നാലും അദ്ദേഹം ആ ഒരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് സുമിത് പാസിയും നോവാ സദോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോവാ സദോയ്ക്ക് കുറച്ച് സ്പീഡുണ്ട് എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരെ പറഞ്ഞിരിക്കുന്നത് നോവാ സദോയും അതുപോലെ തന്നെ സുമിത് പാസിയും ഒരുപോലെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോവാ സദോയ്ക്ക് കുറച്ച് സ്പീഡുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ISL കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സുമിത് പാസിയും നോവാ സദോയും നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. അതായത് സുമിത് പാസിയുടെ ഒരു ക്വാളിറ്റി ഉള്ളൂ നോവാ സദോയ്ക്ക്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലായതുകൊണ്ടല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഒരിക്കലുമല്ല. നിങ്ങൾ തന്നെ പറയുക, അദ്ദേഹം ഏത് ക്ലബ്ബിൽ പോയാലും അത് സുമിത് പാസി നോവാ സദോയി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നോവാ സദോയും സുമിത് പാസി ഒരുപോലത്തെ പ്ലെയർ ആണെന്ന് പറയാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന പ്ലെയർ ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം എവിടെ കളിച്ചിരുന്നെങ്കിലും സുമിത് പാസി നോവാ സദോയി അവരുടെ രണ്ട് ഒരു ക്വാളിറ്റി അളക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും പറയുന്നത് നോവാ സദോയി തന്നെയാണ് ഏറ്റവും മികച്ച താരമെന്നാണ്. എന്തായാലും എക്സാൻഡിൽ പോലത്തെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ഈ ഒരു വ്യക്തി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് തോന്നി. ജസ്റ്റ് ആ ഒരു വ്യക്തി അവരുടെ ലാസ്റ്റ് ഇയറിലെ സ്റ്റാർട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നോവാ സദോയുടെ ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ട് എടുത്ത് നോക്കിയാൽ മതി. അതിന് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 44 ഗോൾ കോൺട്രിബ്യൂഷനാണ്. ഈ ഒരു സീസണിൽ തന്നെ ഏതാണ്ട് 10-15 അധികം ഗോൾ കോൺട്രിബ്യൂഷൻ നോവാ സദോയ്ക്കുണ്ട്. സുമിത് പാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം I-ലീഗിലാണ് കളിക്കുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 3 സംതിങ് ആണ്. 2 സീസൺ കൊണ്ട് നോവാ സദോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 44 ആണ്. പക്ഷേ ഇപ്പുറത്തേക്ക് സുമിത് പാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-ൽ താഴെയാണ് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ള സ്റ്റാറ്റൊക്കെ വെച്ച് നോക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സുമിത് പാസി ഒരു മോശം പ്ലെയർ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി 8 മത്സരം കളിച്ചിട്ടുണ്ട്, 3 ഗോൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ I-ലീഗ് കളിക്കുന്നു, ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഉണ്ട്. ബട്ട് നോവാ സദോയ് സുമിത് പാസി ആ ഒരു കമ്പാരിസണിൽ ഒരിക്കലും നമുക്ക് നോവാ സദോയ്ക്ക് കുറച്ച് സ്പീഡുണ്ട്, അല്ലാതെ ഇവർ രണ്ടുപേരും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മളെല്ലാവരും ഇന്ത്യൻ ഫുട്ബോൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനോട് എന്താണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക.